ഹായ് മക്കളെ, എല്ലാവർക്കും ആശുൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കളെ, ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്, അഥവാ നമ്മുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ്. മക്കളെ റെഡി ആണല്ലോ? നമുക്ക് ചോദ്യ പേപ്പറിലോട്ട് പോയാലോ? നോക്കിക്കേ മക്കളെ, ഇനി ആക്ടിവിറ്റി 4 അബാക്കസ് എന്നതാണ്. നോക്കിക്കേ, Agila and Faisal studying in class 3 are making the digit using abacus. The digit they made using 23 beads are given below in the abacus. അതായത് മക്കളെ, 3ാം ക്ലാസ്സിലെ അഖിലയും അതുപോലെ തന്നെ ഫസലും കൂടി എന്ത് ചെയ്യാണ്? അബാക്കസിൽ സംഖ്യകൾ നിർമ്മിക്കുകയാണ്. 23 മുത്തുകൾ ഉപയോഗിച്ചാണ് രണ്ടുപേരും 23 മുത്തുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സംഖ്യകളാണ് ചുവടെ അബാക്കസിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ, അപ്പൊ 23 മുത്തുകൾ ഉപയോഗിച്ചിട്ട് അഖില തയ്യാറാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ ഫസല് മക്കളെ, മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. തയ്യാറാക്കിയിട്ടുള്ളതുമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. മക്കളോട് ചോദിച്ചത് ഇതാണ് മക്കളെ, റൈറ്റ് ദി നമ്പർ അറേഞ്ച്ഡ് ബൈ അഖില ഇൻ ദി അബാക്കസ്. അതായത് മക്കളെ, അഖില അബാക്കസിൽ നിർമ്മിച്ചിട്ടുള്ള നമ്പർ ഏതാണ് പറയുന്നത്? സിമ്പിൾ അല്ലേ മക്കളെ? 100ന്റെ പ്ലേസിൽ എത്ര മുത്തുകൾ ഉണ്ട് നോക്കിക്കേ. 1 2 3 4 5 6 7 8. അപ്പൊ ഇവിടെ 8 എഴുതണം. ദെൻ ടെൻസിന്റെ പ്ലേസിൽ എത്രയുണ്ട് നോക്കിക്കേ മക്കളെ. 1 2 3 4 5 6. ദെൻ വൺസിന്റെ പ്ലേസിൽ എത്ര ഉണ്ട് നോക്കിക്കേ മക്കളെ. 1 2 3 4 5 6 7 8 9 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പം 869 ആണ്, 869 ആണുള്ളത്. സെറ്റ് അല്ലേ മക്കളെ? ഇനി ഫസലിന്റെ അബാക്കസിലോട്ട് വന്നേ മക്കളെ, എണ്ണി പറഞ്ഞ എത്രയുണ്ട്? 1 2 3 4 5 6 7 അല്ലേ? ദെൻ ടെൻസിന്റെ പ്ലേസിലോ 1 2 3 4 5 6 7 8 ആണുള്ളത്. ദെൻ വൺസിന്റെ പ്ലേസിലോ 1 2 3 4 5 6 7 8 8 ആണുള്ളത്. അപ്പം 788 788. അപ്പൊ രണ്ടുപേരും അബാക്കസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, ഇനി മക്കൾക്കുള്ള ചോദ്യം ഇതാണ്. ഇഫ് അഖില ചേഞ്ചഡ് നോക്കിക്കേ, a bead from one's position to the 100th position, what will be the number? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? കളിയുടെ 2ാം റൗണ്ടിൽ എന്ത് ചെയ്തു? അഖില 1ന്റെ സ്ഥാനത്തെ ഒരു മുത്തെടുത്തിട്ട് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. 100ന്റെ സ്ഥാനത്തേക്ക് മാറ്റി ക്രമീകരിച്ചാൽ കിട്ടുന്ന സംഖ്യ. അപ്പൊ ശ്രദ്ധിക്കണം മക്കളെ, എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? 1ന്റെ സ്ഥാനത്തെ ഒരു മുത്തെടുത്തിട്ട് അവൾ എന്ത് ചെയ്തു? 100ന്റെ സ്ഥാനത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ 1ന്റെ സ്ഥാനത്തെ മുത്ത് 100ന്റെ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആരാണ് മാറ്റിയിട്ടുള്ളത് മക്കളെ? അഖിലയാണ് മാറ്റിയിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അപ്പം അഖില ഇവിടെ 1ന്റെ സ്ഥാനത്തുള്ള ഈ മുത്ത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് എവിടേക്ക് ഇടുകയാണ്? ഇവിടേക്ക് ഇടുന്നത്. അപ്പൊ അബാക്കസിലെ സംഖ്യ എത്രയായിരിക്കും മക്കളെ? ഇപ്പൊ എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 ആയിരിക്കും. ഇവിടെ 1 2 3 4 5 6 ആയിരിക്കും. ഇവിടെ 1 2 3 4 5 6 7 8 ആവും അല്ലെ? അപ്പൊ എത്രയാണ്? 968 എന്ന് കിട്ടും. ഓക്കെ അല്ല മക്കളെ? അതുപോലെ തന്നെ നോക്കിക്കേ,
In the second round, if Fazal rearranged a bead from the 10th position to the 100th position, what will be the number? രണ്ടാം റൗണ്ടിൽ ഫസൽ എന്ത് ചെയ്തു? 10ന്റെ സ്ഥാനത്തെ ഒരു മുത്തെടുത്തിട്ട് 100ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. എവിടുത്തെ മാറ്റിയത്? 10ന്റെ സ്ഥാനത്തെ ഒരു മുത്തെടുത്തിട്ട് 100ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. ഇവിടെയുള്ള ഒരു മുത്തെടുത്തിട്ട് ഇവിടോട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവന് കിട്ടുന്ന സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കൗണ്ട് ചെയ്ത മക്കളെ 1 2 3 4 5 6 7 8 വരൂ അല്ലേ? ഓക്കെ, ദെൻ അടുത്തതോ ഇവിടെ ഒരു മുത്തില്ല അല്ലെ? 1 2 3 4 5 6 7 വരും. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then 1 2 3 4 5 6 7 8 വരും. ഓക്കെ അല്ല മക്കളെ? അപ്പൊ എത്ര കിട്ടി? 878 878 കിട്ടി. അബാക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് മക്കളെ. കൃത്യമായിട്ട് നോക്കി വെച്ച് പോവാ. നമുക്ക് അബാക്കസുമായി ബന്ധപ്പെട്ടിട്ട് ഷുവർ ക്വസ്റ്റ്യൻ വരൂ കേട്ടോ. ഓക്കെ അല്ല മക്കളെ? Then നോക്കിക്കേ, draw the largest 3-digit number in the abacus that can be made with 23 beads. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? 23 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കൂ. അപ്പൊ 23 മുത്തുകൾ എന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അങ്ങനെ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ അബാക്കസിൽ നിർമ്മിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ 3 അക്ക സംഖ്യ ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഏറ്റവും വലിയ നമ്പർ വരണം അല്ലെ? അത് കഴിഞ്ഞ് പിന്നെ ടെൻസിന്റെ പ്ലേസിൽ വലിയ നമ്പർ വരണം. അതുപോലെ വൺസിന്റെ പ്ലേസിലും വലിയ നമ്പർ വരാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 23 മുത്തുകളാണ് അബാക്കസിൽ അറേഞ്ച് ചെയ്യുന്നത് മക്കളെ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഹൺഡ്രഡിന്റെ പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുത്തുകൾ ഇടേണ്ടത് അല്ലെ? എത്ര മുത്തുകൾ നമുക്ക് ഇടാൻ പറ്റും മക്കളെ? നമുക്കറിയാം ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 9 മുത്തുകള്, ടെൻസിന്റെ പ്ലേസിൽ 9 എണ്ണം, വൺസിന്റെ പ്ലേസിൽ 9 എണ്ണം. അങ്ങനെ എല്ലാ സ്ഥാനത്തും എത്ര മുത്താണ് മാക്സിമം നമുക്ക് ഇടാൻ പറ്റുക? 9 എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ 9 എണ്ണം എവിടെ തന്നെ ഇടുക? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ തന്നെ ഇടുക. അപ്പൊ മക്കൾ കൗണ്ട് ചെയ്തേ 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ആദ്യത്തതിൽ നമ്മൾ 9 ഇട്ടു. 9 ആയിട്ടേ ഉള്ളൂ. 23 എണ്ണല്ലേ മക്കളെ? ഇനി അടുത്തത് പറഞ്ഞേ. അടുത്തതിൽ നമുക്ക് എത്ര ഇടാം? 9 ഇടാം. ഇപ്പൊ 9 അല്ലേ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് എണ്ണിക്ക മക്കളെ. 10 11 12 13 14 15 16 17 18 അല്ലേ? ഇവിടെ നമ്മൾ എത്ര ഇട്ടോ? 9 ആണ് ഇട്ടിട്ടുള്ളത്. മിസ് ഇവിടെ 9 ഇട്ടു, ഇവിടെയും 9 ഇട്ടു. ഓക്കെ, അപ്പൊ 9 9 18 ഇനി 23 അല്ലേ ആവേണ്ടത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 18 കഴിഞ്ഞിട്ട് എണ്ണിക്കുക മക്കളെ. ബാക്കിയുള്ള മുത്തൊക്കെ എന്ത് ചെയ്യാൻ? 1ന്റെ സ്ഥാനത്ത് ഇടാനുള്ളൂ അല്ലെ? 100ന്റെ സ്ഥാനത്ത് നമ്മൾ കംപ്ലീറ്റ് ഇട്ടു, 10ന്റെ സ്ഥാനത്ത് നമ്മൾ കംപ്ലീറ്റ് ഇട്ടു, ഇനി 1ന്റെ സ്ഥാനത്താണുള്ളത്. അപ്പൊ 18 ആയില്ലേ? 18 കഴിഞ്ഞിട്ട് എണ്ണിക്കുക മക്കളെ. 19 20 21 22 23. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 9, അതുപോലെ ടെൻസിന്റെ പ്ലേസിൽ 9, അതുപോലെ വൺസിന്റെ പ്ലേസിൽ 1 2 3 4 5. അപ്പൊ 995. ഓക്കെ അല്ല മക്കളെ? 995. അപ്പൊ ഇത് ഓർക്കണം മക്കളെ. നിങ്ങൾക്ക് ഇത്തരത്തില് കുറച്ച് മുത്തുകളുടെ എണ്ണം തന്നിട്ട് അപ്പൊ അബാക്കസിൽ എങ്ങനെ ക്രമീകരിക്കാം, ഏറ്റവും വലിയ നമ്പർ കിട്ടാനെന്ന് ചോദിക്കാൻ മക്കൾ ശ്രദ്ധിക്കുക. ഹൺഡ്രഡ്സിന്റെ പൊസിഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുത്തുകൾ ഇടുക. മാക്സിമം ഒന്നില് നമുക്ക് 9 മുത്തുകളാണ് ഇടാനായിട്ട് പറ്റുക. ആ കാര്യം ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആക്ടിവിറ്റി 5, നിറയുന്ന കണക്കുപെട്ടി. നോക്കിക്കേ മക്കളെ. There are 1000 equal stickers in Rahul's mathematical box. It is kept in the box in the bundles of 100 each. There were only 850 stickers left in the box when Saju and Biju arranged them after mathematical game. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്?
നിറയുന്ന കണക്കുപെട്ടി എന്ന് പറയുന്ന പ്രവർത്തനമാണ്. രാഹുലിന്റെ കണക്കുപെട്ടിയിൽ 1000 ഈർക്കിൾ ഉണ്ടല്ലേ, 1000 ഈർക്കിൾ കമ്പുകൾ ഉണ്ടായിരുന്നു. 100 എണ്ണം വീതമുള്ള കെട്ടുകളായിട്ടാണ് പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. കൂട്ടുകാരായ സജുവും ബിജുവും ഗണിത കേലിക്ക് ശേഷം കമ്പുകൾ അടുക്കിയപ്പോൾ 850 കമ്പുകൾ മാത്രമേ പെട്ടിയിലുണ്ടോ. അപ്പൊ 1000 ആകാൻ ഇനി എത്ര കമ്പുകൾ വേണമെന്നാ ചോദിച്ചത്. അപ്പൊ സിമ്പിൾ അല്ല മക്കളെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, 1000-ൽ നിന്ന് എന്ത് ചെയ്യാ, 850 മൈനസ് ചെയ്താൽ പോരെ. 1000-ൽ നിന്ന് 850 മൈനസ് ചെയ്യാം. 1000 മൈനസ് 850. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മക്കളെ, മൈനസ് ചെയ്യുമ്പോൾ കുറെ സീറോസ് വരുന്ന കണക്കാണ്. 0-ൽ നിന്ന് 0 മൈനസ് ചെയ്യാൻ പ്രയാസമില്ല, 0 ആണ്. പക്ഷെ 0-ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് മക്കളെ, പോസിബിൾ ആവില്ല. അപ്പൊ തൊട്ടടുത്ത നമ്പറിലേക്ക് നോക്കുമ്പോൾ അവിടെയും 0 ആണ്. അപ്പൊ അതിന് മുന്നേ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടോട്ട് മാറ്റാം. ഇവിടെ 10 ആവും. ഇവിടെ നിന്ന് ഇവിടോട്ട് പോകുമ്പോൾ ഇവിടെ 10 ആവും, ഇത് 9 ആയിട്ട് മാറും. 10 5 പോയ എത്ര മക്കളെ, 5 ആണ്. ദെൻ 9-ൽ നിന്ന് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. പോയ എത്രയാണ്, 1 ആണ്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി, 150, 150 കിട്ടി. അപ്പൊ 1000 ആവാൻ ഇനി എത്ര ഈർക്കിൾ കൂടി വേണം മക്കളെ, 150 ഈർക്കിൾ കൂടി കിട്ടി. ഇനി അല്ലെങ്കിൽ മക്കൾ അങ്ങനെയൊന്നും ചെയ്യണ്ട, 850-ന് എന്ത് ചെയ്യാ, നമുക്കറിയാം 850-ലേക്ക് 50 ചേർത്താൽ എത്രയായിരിക്കും, 900 ആവും അല്ലെ. 50 ചേർത്തപ്പോൾ 900 ആയി. ദെൻ 900-നെ 1000-ലേക്ക് എത്തിക്കാൻ 100 കൂടിയല്ലേ വേണ്ടത്. അപ്പൊ ടോട്ടൽ എത്രയാണ്, 150. അങ്ങനെ കൂട്ടുകാർക്ക് ഈസി ആവുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, how many bundles will be there if 856 are arranged as bundles of 10? അതായത് മക്കളെ ബാക്കിയുള്ള 850 കമ്പുകളെ 10ന്റെ കെട്ടുകളാക്കി പെട്ടിയിൽ എടുക്കിയാൽ ആകെ എത്ര കെട്ടുകൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചത്. ആകെ ഈർക്കകളുടെ എണ്ണം എത്രയാണ് മക്കളെ, 850 ആണ്. ഒരു കെട്ടിലുള്ള ഈർക്കലുകൾ എത്രയെണ്ണാണ് മക്കളെ, യെസ് 10 എണ്ണാണ് ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ കെട്ടുകളുടെ എണ്ണം എത്രയാണ് മക്കളെ, അത് നമ്മൾ എങ്ങനെയാണ് കാണാ, എത്ര കെട്ടുകളാക്കാം, 850-നെ 10 എണ്ണം വീതമുള്ള കെട്ടുകളാക്കാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എത്ര എണ്ണം വീതമാക്കാം, അത് കണ്ടെത്താനായിട്ട് 850 എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ, ഒന്നുമില്ല മക്കൾ ഇങ്ങനെ ചെയ്താൽ മതി. 850 ഡിവൈഡഡ് ബൈ 10 ചെയ്യണം അല്ലെ. 0 നമുക്ക് പോയാൽ എത്ര കിട്ടി, 85 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എത്ര കെട്ടുകൾ ഉണ്ടായിരിക്കും, 85. ക്ലിയർ അല്ലേ. ദെൻ അടുത്ത് നോക്കിക്കേ മക്കളെ, ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് മക്കളെ. ആദ്യം എത്രയാണ്, 150 150, ദെൻ 300 300-ലേക്ക് വീണ്ടും ആഡ് ചെയ്തപ്പോ 450 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതായിരിക്കും മക്കളെ, നമുക്കിവിടെ 150 വീതം ആഡ് ആയി വരികയാണല്ലോ. ആദ്യം 150 ആയിരുന്നു, സെക്കൻഡ് 1-ലെത്തിയപ്പോ 150-ലേക്ക് വീണ്ടും 150 ചേർത്ത് 300 ആയി. വീണ്ടും 350-ലേക്ക് 150 ചേർത്തിട്ട് 450 ആയി. അഗെയിൻ 450-ലേക്ക് 150 ചേർക്കുമ്പോൾ 600-ഉം 600-ലേക്ക് 150 ചേർക്കുമ്പോൾ 750. അപ്പൊ ആ രീതിയിലാണ് എന്താവും മക്കളെ പാറ്റേൺ അവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേ, കംപ്ലീറ്റ് ദി ബ്ലാങ്ക്സ് എന്താണ്. ഇവിടെ ഒരു 3 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട് മക്കളെ, ഒരു 3 അക്ക സംഖ്യ തന്നിട്ടുണ്ട്, 987. അതിനെ പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാറുണ്ട് അല്ലെ. അതിൽ എത്ര ഹൺഡ്രഡ്സ് ആണ്, എത്ര വൺസ് ആണ്, എത്ര ടെൻസ് ആണ് എന്നതൊക്കെ കണ്ടെത്തിയിട്ട് എഴുതാനാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് 3 സെറ്റേ പൂർത്തീകരിക്കാനുള്ളൂ. ഇത് നമുക്ക് കൃത്യമായിട്ട് എഴുതി കൂടെ മക്കളെ. 987 തരികയാണെങ്കിൽ നമുക്കറിയാം അതിൽ 9 ഹൺഡ്രഡ്സ് 9 നൂറുകളോ, 8 ടെൻസ് 8 പത്തുകളോ, 7 ഒന്നുകളുമാണ് ഉള്ളത്, 7 വൺസും ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയാലോ. അതുപോലെ തന്നെ 987 കിട്ടണ എത്ര വൺസ് വേണം, അത്ര തന്നെ ഒന്നുകൾ എടുത്താലേ എന്താവുള്ളൂ, 987 ആവാ. ആ രണ്ടും മക്കൾക്ക് അറിയാലോ, അത് രണ്ടും തെറ്റിക്കരുത്, അത് രണ്ടും കൃത്യമായിട്ട് എഴുതിക്കോളും മക്കളെ. എന്നാൽ നമ്മളോട് ചോദിച്ചത് എത്ര പത്തുകളും എത്ര ഒന്നുകളും അല്ലെ, എത്ര ടെൻസും
എത്ര വൺസും ആയാലാണ് 987 കിട്ടുക. അപ്പൊ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ, മിസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളോട് പറയാണ് 9 10കൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് 9 എഴുതുക, 10ന് എത്ര 0 ഉണ്ട്, ഒരു 0 ആണ്. അപ്പൊ 90 ആണ് 9 10കൾ ചേർന്നാല്. ഇത് നോക്കിക്കേ മക്കളെ, 75 10കൾ ചേർന്ന സംഖ്യ എത്രയാന്ന് ചോദിച്ചാൽ 75 എഴുതുക, 10ന് എത്ര 0 ഉണ്ട്, ഒരു 0 ആണ്. അപ്പൊ ഒരു 0 ചേർത്ത് കൊടുക്കുക. അപ്പൊ 75 10കൾ ചേർന്നാൽ 750 ആണ്. മനസ്സിലായോ? ഇനി 75 100കൾ ചേർന്ന സംഖ്യ എത്രയാന്ന് ചോദിച്ചാൽ എന്ത് എഴുതുക മക്കളെ, 75 എഴുതുക. 100ന് എത്ര 0 ഉണ്ട്, 2 0 ആണുള്ളത്. അത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എത്ര 100കളും എത്ര 1കളും എത്ര 10കളും എത്ര 1കളും ആണല്ലോ, എത്ര 1കളും എത്ര 10കളും എത്ര 1കളും എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ? ഇവിടെ നമുക്ക് 987 അല്ലേ കിട്ടേണ്ടത് മക്കളെ. അപ്പൊ നോക്കിക്കേ, 98 എടുക്കുക, 98 10കൾ എടുത്താൽ എത്രയാ മക്കളെ, 980 ആണ് അല്ലെ. അതിലേക്ക് 7 1കളും ചേർത്താൽ നമുക്ക് എത്ര കിട്ടും മക്കളെ, 987. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 98 10കളോ അതുപോലെ 7 1കളും. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ദെൻ നോക്കിക്കേ, അതിന് ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം മക്കളെ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആക്ടിവിറ്റി 6 വേൾഡ് കപ്പ് ക്രിക്കറ്റ്. എന്താണ് മക്കളെ? വേൾഡ് കപ്പ് ക്രിക്കറ്റ് എന്നതാണ് അല്ലെ, ലോകകപ്പ് ക്രിക്കറ്റ് എന്നതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയുടെ പേര്. The table given below is the details of players who won maximum runs in the 2020 World Cup. Match and analyze the table and write answer the question. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? 2020 ലോകകപ്പ് മത്സരങ്ങളില് കൂടുതൽ റൺസ് നേടിയ കളിക്കാരുടെ വിവരങ്ങളാണ് ഇവിടെ പട്ടികയിൽ നൽകിയിട്ടുള്ളത്. പട്ടിക പരിശോധിച്ച് ഉത്തരം എഴുതാനാണ് മക്കളെ പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, നെയിം ഓഫ് ദി പ്ലെയർ അല്ലെ, കളിക്കാരുടെ പേരുകള് ഡീകോക്ക്, TM ഹെഡ്, റഹ്മാനുള്ള, ഗുർബാസി, ഇബ്രാഹിം സദ്രാൻ, രോഹിത് ശർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കളിക്കാരുടെയും പേരുകൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ഇനി അവരുടെ കൺട്രി തന്നിട്ടുണ്ട് അല്ലെ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, ദെൻ വീണ്ടും അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ഇന്ത്യ തന്നിട്ടുണ്ട്. റൺസ് നമുക്ക് 243, 255, 281, 231, 257 എന്നുള്ളതും നമുക്ക് ഓരോരുത്തരായിട്ട് തന്നിട്ടുണ്ട്. ഇനി കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, നെയിം ദി പ്ലെയേഴ്സ് ഹു വോൺ മാക്സിമം റൺസ്, ഹൗ മെനി റൺസ്. അതായത് മക്കളെ, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ ആരാണ്? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ നോക്കിയാൽ പോരാ മക്കളെ, ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 281 ആണ്. അത് ആരുടേതാണ്? റഹ്മാനുള്ള ഗുർബാസ് ആണ്. ഓക്കെ, റഹ്മാനുള്ള ഗുർബാസ് ആണ്. അപ്പൊ അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത്തരത്തിൽ ടേബിൾ തന്ന മക്കൾക്ക് അതിനെ വിശകലനം ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാം മക്കളെ, റൈറ്റ് ദി പൊസിഷൻ ഓഫ് ഇന്ത്യൻ പ്ലെയർ രോഹിത് ശർമ്മ ഓൺ ദി ബേസിസ് ഓഫ് റൺസ് സ്കോർഡ്. അതായത് മക്കളെ, നേടിയ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കളിക്കാരനായിട്ടുള്ള രോഹിത് ശർമ്മയുടെ സ്ഥാനം എത്രയാന്നാ ചോദിച്ചത്. അപ്പൊ രോഹിത്തിന്റെ റൺ എത്രയാ മക്കളെ? രോഹിത് ശർമ്മയുടെ റൺ എത്രയാ നമുക്ക് അവിടെ തന്നിട്ടുള്ളത്? നോക്കിക്കേ, 257 ആണല്ലേ, 257. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 281 ആണ് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞത്. അടുത്ത നമ്പർ ഏതാണ് മക്കൾ? അതിനേക്കാൾ കുറഞ്ഞ പിന്നെ വലിയ സംഖ്യ വരുന്നത് ഏതാണ്? 257 ആണ് അല്ലെ, 257 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? രോഹിത് ശർമ്മ സെക്കൻഡ് പൊസിഷനിലാണ്, 2ാം സ്ഥാനമാണ് എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. ദെൻ അതിലെ സി ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഹൗ മെനി റൺസ് ഡിഡ് ദി ബോത്ത് അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് സ്കോർ. അതായത് മക്കളെ, പട്ടികയിലെ അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ നേടിയ ആകെ റൺസ് നമുക്ക് 2 പേര് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാ മക്കളെ അഫ്ഗാനിസ്ഥാനിലുള്ളത്? നമ്മുടെ ടേബിളിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. റഹ്മാനുള്ള ഗുർബാസും അതുപോലെ തന്നെ ഇബ്രാഹിം സദ്രാനും ആണ് എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലെ. അവർ നേടിയിട്ടുള്ള പോയിന്റ്സ് എത്രയാണ്? 281ഉം 231ഉം 281ഉം 231ഉം. അത് രണ്ടും ആഡ് ചെയ്താൽ പോരെ മക്കളെ, 281 കൂട്ടണം 231. ആഡ് ചെയ്തിട്ട് നോക്കിക്കേ, ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 281 പ്ലസ് 231, 1 + 1 എത്രയാ മക്കളെ? 2 ആണ്. 8 + 3 എത്രയാണ്? 8ലേക്ക് 3 കൂട്ടിയാൽ 11 ആണ്. ബാലൻസ് 1 എഴുതി. 2ഉം 2ഉം ചേർത്ത 4 ആണ്. 4ഉം 1ഉം 5 ആണ്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 512,
12 റൺസാണ് അഫ്ഗാനിസ്ഥാനിലെ താരങ്ങൾ മാത്രം നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേ മക്കളെ. റൈറ്റ് ദി നെയിം ഓഫ് പ്ലേയേഴ്സ് ഹു ആർ ഇൻ ഫസ്റ്റ് 3 പൊസിഷൻസ് ബേസ്ഡ് ഓൺ ദ റൺസ്. അതായത് മക്കളെ റൺസിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 3 സ്ഥാനക്കാരുടെ പേര് എഴുതാം. രണ്ടാമത് നമ്മൾ നേരത്തെ കണ്ടെത്തിയില്ലേ, റഹ്മാനുള്ള ഗുർബാസും അതുപോലെ തന്നെ രോഹിത് ശർമ്മയാണ് ഫസ്റ്റും സെക്കൻഡ് പൊസിഷനിലുള്ളത്. ദെൻ അടുത്ത സ്കോർ ഏറ്റവും വലുത് ആരതാ ഉള്ളത് മക്കളെ? ഇത് രണ്ടും അല്ലേ നമ്മളിപ്പോ കണ്ടെത്തിയിട്ടുള്ളത്. ഇതും നമ്മൾ കണ്ടെത്തി, ഇതും നമ്മൾ കണ്ടെത്തി. ഇനി 257 കുറച്ച് താഴെയുള്ളത് ഏതാണ്? 255 ആണ് അല്ലെ? അതാരതാണ്? TM ഹെഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഓർഡറിൽ വേണം അവരുടെ പേര് എഴുതാൻ. റഹ്മാനുള്ള ഗുർബാസ്, രോഹിത് ശർമ്മ, അതുപോലെ TM ഹെഡ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാക്സിമം റിലേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മാത്സിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ എല്ലാത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.